പുറത്ത് ദുബായിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ട് അവിടെ വെച്ച് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി. ഞാൻ കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. ഈ ഫ്രീഡം ചലഞ്ചിൽ പങ്കെടുത്തോടുകൂടി കംപ്ലീറ്റ് ഗെയിമേ ചേഞ്ച് ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ക്യാൻസർ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുന്നേ എന്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ എന്റെ അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഈ ഒരു അറിവുകളുമായിട്ട് അവർ വേറെ ബിസിനസ് ചെയ്യുമോ, അതുപോലെ തന്നെ എന്റെ അറിവ് കുറഞ്ഞു പോകും, അങ്ങനെയുള്ള ഒരു മൈൻഡൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു സെർവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വന്നു ക്യാൻസർ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം. ഈ ഞാനായിരിക്കുന്ന മേഖലയിലെ ടോപ്പിനെ കുറിച്ച് എനിക്ക് അറിയാം, പക്ഷെ അത് ധൈര്യത്തോടുകൂടി പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഈ 10 days വീഡിയോ ചലഞ്ച് ചെയ്തതിനു ശേഷമാണ്, ലൈവ് പ്രോഗ്രാംസ് ചെയ്തതിനു ശേഷമാണ്. 10ാമത്തെ ദിവസത്തെ ശരിക്കും പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു, നമ്മൾ കണ്ണ് നിറയാണ്ട് ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ചെയ്യാൻ പറ്റില്ല. എന്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ ക്യാമറ മുന്നിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഹായ് ജോൺ, മോർണിംഗ്. നമ്മുടെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഹാദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ഹോൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഓരോ ലൈഫിലെയും അച്ചീവ്മെന്റ്സുകൾ നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് വയ്ക്കുന്നത്. ജോൺ, ഒന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ജോണിന്റെ സ്ഥലം എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, ജോൺ എന്താണ് ജോണിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സന്തോഷം, താങ്ക് യു. എൻ്റെ പേര് ജോൺസ് മാത്യു എന്നാണ്. എൻ്റെ സ്ഥലം കോതമംഗലമാണ്. ഞാൻ ശരിക്കും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഓട്ടോമൊബൈൽ ഫീൽഡിലായിരുന്നു. അവിടെ സ്വിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. ഞാൻ പുറത്ത് ദുബായിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ട് അവിടെ വെച്ച് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി. ഞാൻ കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. ജോലിയെല്ലാം പോയി നാട്ടിൽ തിരിച്ചു വന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിലോട്ട് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേക്കൻസി ഉണ്ട്, അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിൽ എത്തിപ്പെടുന്നത്. അവിടെ എത്തിയതിനു ശേഷം ടോട്ടലി എൻ്റെ ലൈഫ് ചേഞ്ച് ആയി. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എനിക്കൊരു ഒരു നെഗറ്റീവ് എൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് എങ്ങനെ ഈ വിസ റിജക്ഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ആളുകളെ എങ്ങനെ സഹായിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇടയായത്. എന്റെ വീട്ടിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാന്നുണ്ടെങ്കിൽ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഞങ്ങൾ 5 പേരാണ് ഫാമിലി വരുന്നത്. ഞാനിപ്പോ സ്വന്തമായിട്ടൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലയിലാണ് ഈ ഓഫീസ് വരുന്നത്. ജർമ്മനിയിലോട്ട് പോകുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരു മിഷനോട് കൂടിയിട്ടാണ് ഇപ്പൊ ആയിരിക്കുന്നത്. ഓക്കെ, അതായത് ദുബായിൽ ജോൺ എത്തിയിരുന്ന അവിടെ ഇരിക്കുന്ന സമയത്ത് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അപ്പൊ ആ സമയത്ത് ഒത്തിരി പൈസ ജർമ്മനിയിലേക്ക് അല്ല, യൂറോപ്പിലോട്ടാണ് ശരിക്കും പോകാനായിട്ട് ശ്രമം നടത്തിയത്. അതിനുശേഷം അതിൽ നിന്നാണ് ഈ ഒരു മേഖലയിലോട്ട് എത്തിപ്പെട്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പിന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസ റിജക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഇപ്പൊ റൺ ചെയ്യുന്നു, ശരിയല്ലേ? അതെ അതെ, ശരിയാണ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോൺ എത്തിയത്? ശരിക്കും ഞാനൊരു ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരുന്ന സമയത്താണ് സാറിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമില് ശരിക്കും ഞാനൊരു സ്ട്രഗിൾ ആയിട്ടിരുന്ന ഒരു സമയത്താണ് എന്നോട് പല കാര്യങ്ങൾ സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രശ്നം അനുഭവിക്കുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളാണ്. അപ്പോൾ ധാരാളം ആളുകളെ സഹായിക്കണമെന്നുണ്ട്, നിങ്ങളുടെ ഒരു ധാരാളം അറിവുകളുണ്ട്. പക്ഷെ ഇതെങ്ങനെ നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അറിയത്തില്ല, എങ്ങനെ ചെയ്യാന്നുള്ള വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തെന്ന് പറയുമ്പോൾ കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വെബിനാറിലോട്ട് ജോയിൻ ചെയ്യുന്നത്. വെബിനാറിൽ ജോയിൻ ചെയ്ത് അതിനുശേഷമാണ് കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്നത്. ഇപ്പൊ ഞാനൊരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഒരു 6 മാസമായി. ആദ്യത്തെ ഒരു ഓഫ്ലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രീഡോ ചലഞ്ച് ലൈവ് ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സാർ ഇതുപോലെ പറയുന്നുണ്ട്, ഞാൻ ജോയിൻ ചെയ്തൊരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് സാർ പറയുന്നത്, ഒരു വെള്ളിയാഴ്ച പറയുന്നു, നാളെ തൊട്ട് നാളെ രാവിലെ 5 മണിക്ക് എന്റെ കൂടെ ലൈവ് ഇംപ്ലിമെന്റേഷൻ സാറിന്റെ കൂടെ ഇരുന്ന് ചെയ്യാന്ന് പറയുന്നു. അപ്പൊ എന്റെ മനസ്സിലുള്ള ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് സാറ് ക്ലാസ് പറയുകയായിരിക്കും, നമ്മളത് കേട്ടാൽ മതിയാവും എന്നുള്ള ധാരണയിലാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ്, ഞാൻ ഒറ്റ മൈൻഡേ ഉള്ളൂ, രാവിലെ എഴുന്നേറ്റ് ക്ലാസ് കേൾക്കാം എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഈ ഫ്രീഡോ ചലഞ്ചിൽ പങ്കെടുത്തോടുകൂടി കംപ്ലീറ്റ് ഗെയിമേ ചേഞ്ച് ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. രാവിലെ എഴുന്നേക്കാനുള്ള ഒരു മോട്ടിവേഷനായി, അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതായി, കുറച്ചും കൂടി നമുക്കൊരു ഇൻസ്പിറേഷൻ ആയി. അതിനുശേഷമാണ് കൂടുതൽ പഠിക്കാനായിട്ട് ആരംഭിച്ചത് സത്യം പറഞ്ഞാൽ. ഒരു 5-8 വർഷം ബാക്കോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷമാണ് പിന്നെ പുതിയതായിട്ട് പഠിക്കാനായിട്ട് രണ്ടാമത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ പഠിക്കാനുള്ള ഒരു മൈൻഡ് വരുന്നത്. ഇതിന് വരെ നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും
പഠിക്കാനായിട്ടുള്ള ഒരു ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും പഠിക്കാനായിട്ട് കുറച്ച് സമയം കൊടുത്തത്. ഓക്കെ, വളരെ സന്തോഷം. ജോണിന്റെ ഈ ഒരു 10 days വീഡിയോ ചലഞ്ച് അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു വ്യത്യാസം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇവിടെ വന്നതിന് ശേഷം ധാരാളം വീഡിയോയിൽ വ്യത്യാസം കാണുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഒരു 10 days വീഡിയോ ചലഞ്ചിലുള്ള ഒരു? ശരിക്കും പറഞ്ഞാൽ ക്യാമറ മുന്നിൽ നിന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള ഭയങ്കര മടിയായിരുന്നു സത്യത്തില്. എന്തോ ക്യാമറനെ പേടിയായിരുന്നു സത്യം പറഞ്ഞാല്. കോൺഫിഡന്റ് ആയിട്ട് എന്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ ക്യാമറ മുന്നിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ 10 days വീഡിയോ ചലഞ്ച് ആദ്യം സാറ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ, പിന്നീടാണ് ചെയ്തത്. പക്ഷെ ധാരാളം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ടെസ്റ്റിമോണിയൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്നാ ചെയ്ത് നോക്കാന്ന് കരുതിയിട്ടാണ് ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് ഡേ ചെയ്തപ്പം ആദ്യത്തെ 2 ദിവസം ചെയ്തപ്പോൾ കുഴപ്പമില്ല, പോകുന്നുണ്ട്. സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി മാറി. അങ്ങനെ മാറിയാണ് കംപ്ലീറ്റ്ലി 10ാമത്തെ ദിവസത്തെ ശരിക്കും പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു, നമ്മൾ കണ്ണ് നിറയാണ്ട് ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ 10 days വീഡിയോ ചലഞ്ച് ഒരു തവണ ചെയ്തു, രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 തവണ റിപ്പീറ്റ് ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. നമ്മളിപ്പം പണ്ടൊക്കെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ വോയിസിലൂടെയാണ് റിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ മാക്സിമം വീഡിയോയിലൂടെ തന്നെ റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കാണുന്നവർക്കും കൂടുതൽ അറ്റൻഷൻ ആവും. ഇപ്പൊ നമ്മുടെ പഴയ സുഹൃത്തുക്കള് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ നമ്മളെ അടുത്ത് കാണുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചിലര് നമ്മൾ തിരിച്ചു വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ തന്നെ വിളിക്കുന്നവരുണ്ട്. വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞ ക്യാമറയിലൂടെ മുന്നിലോട്ട് എല്ലാവരും വരണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഈ ക്യാമറയിൽ വന്നതിന് ശേഷം ജോണിന് സെയിൽസിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്? കച്ചവടം എത്ര നടന്നിട്ടുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം കുറച്ചും കൂടി വിസിബിൾ ആയത് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നതിന് ശേഷമാണ്. നേരത്തെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യുക, നമ്മൾ ബാക്ക് എൻഡ് സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഫ്രണ്ട് എൻഡിലോട്ട് വന്നുകൊണ്ടിരുന്നില്ല. ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ മോശമായിരുന്നു, അധികാരം കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പതുക്കെയാണ് ഈ ഒരു വീഡിയോ കോൺഫറൻസ് വന്നതിന് ശേഷം നമുക്കിപ്പോ ലൈവ് പോകാനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് പോകാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ 10 days വീഡിയോ ചലഞ്ച് ചെയ്തതിന് ശേഷമാണ് ലൈവ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻക്വയറീസ് വരുന്നുണ്ട്, കോള് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോള് ലഭിച്ചു. ഈ വിട്ട വീഡിയോയുടെ ഫലമായിട്ട് സാർ ഞാൻ വീഡിയോ കണ്ടിട്ട് കോൾ ചെയ്യുന്നതാണ്, എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കോള് വരുന്നുണ്ട്. ഏതോ സത്യം പറഞ്ഞാൽ അത് കോള് വന്നപ്പോൾ നമ്മൾ ശരിക്കും വണ്ടടിച്ചു ചെയ്യും. നമ്മളിട്ട ഏതോ ഒരു വീഡിയോയുടെ ഫലത്തിന്റെ എവിടെയോ ഇരുന്ന ഒരാളാണ് നമ്മൾ കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും 1 വർഷമായിട്ട് നമുക്ക് അതിന്റെ വെരിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടിന്യൂസ് വീഡിയോ ചെയ്തതിന്റെ ഫലമായിട്ടായിരിക്കാം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മെറ്റയുടെ വെരിഫൈഡ് ആയിട്ടുണ്ട് ഓൾറെഡി. ലൈവ് ആണോ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന? ഈ ദിവസങ്ങളിലാണ് ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ലൈവ് ചെയ്തുകൊണ്ടിരുന്നു. സാർ ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 month ലൈവ്. ആദ്യമൊക്കെ 1 minute ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, 1 minute ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റാർട്ടിങ് 1 minute ആവാതെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഇൻസ്റ്റാഗ്രാമില്. അപ്പം എന്താ കണ്ടന്റ് പറയുന്നൊന്നും അറിയത്തില്ല. ആദ്യം പറയുമ്പോൾ 30 സെക്കൻഡ് ഒക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയി, എന്നാന്ന് അറിയത്തില്ല, പേടി സത്യം പറഞ്ഞാല്. പക്ഷെ അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി ടൈം എടുത്തിട്ട് ഇപ്പൊ ഒരു ലൈവ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ പയ്യെയാണ് ഈ ഒരു ലൈവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം സംസാരിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡന്റ് വന്നു. ഇപ്പൊ നമ്മളോടൊരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഞാനായിരിക്കുന്ന മേഖലയിലെ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അറിയാം. പക്ഷെ അത് ധൈര്യത്തോടുകൂടി പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഈ 10 days വീഡിയോ ചലഞ്ച് ചെയ്തതിന് ശേഷമാണ്, ലൈവ് പ്രോഗ്രാംസ് ചെയ്തതിന് ശേഷമാണ്. ഈ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ നല്ല സ്കില്ലും കഴിവുമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ പലർക്കും ചിലപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ ഒരു മടിയുള്ള അല്ലെങ്കിൽ വരാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ആ നോളജ് ആവശ്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ജോൺ ചെയ്തതുപോലെ നമ്മളൊരു 10 days വീഡിയോ ചലഞ്ചിലേക്ക് വരാൻ കഴിഞ്ഞാൽ 10 days വീഡിയോ ചലഞ്ച് എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് നമ്മുടെ വീഡിയോ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഒരു 10 ദിവസം നമ്മളെ വിട്ടുകൊടുത്താൽ മതി. അതും ചെറിയ വീഡിയോസ്. ആദ്യത്തെ ദിവസം നമ്മുടെ സുഹൃത്തുക്കൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ വീഡിയോയിലൂടെ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക എന്ന് പറയുന്ന കുഞ്ഞു കാര്യങ്ങളാണ്. അങ്ങനെ 10 വീഡിയോ, ഒരു 30 seconds അല്ലെങ്കിൽ 1 minute താഴെയുള്ള കുഞ്ഞു വീഡിയോസ് 10 ചെയ്യുക. അങ്ങനെ 2ാമത്തെ ദിവസം ബിസിനസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വീഡിയോയിലൂടെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളാണ്. അങ്ങനെ 10 ദിവസം ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ്സ് 1ാമത്തെ വീഡിയോയും 10ാമത്തെ വീഡിയോയും തമ്മിൽ മാസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ 10 days വീഡിയോ ചലഞ്ചിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മറ്റൊരു ചാർജസും ഇല്ലാതെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 10 days വീഡിയോ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ അതാണ് 1ാമത്തെ കാര്യം. 2, ഫ്രീഡോ ചലഞ്ച്. ഈ ഫ്രീഡോ ചലഞ്ച് ശരിക്കും പറഞ്ഞാൽ
ലൈവ് ഇംപ്ലിമെൻറ്റേഷൻ ആണെന്ന് പറഞ്ഞു. ജോണിൽ ലൈഫിൽ വന്ന വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു. ജോണിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളെന്നുള്ള വ്യക്തിയിലാണ്, ശരിയല്ലേ? നമ്മുടെ വ്യക്തിയിൽ മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബിസിനസ്സിലും മറ്റുമൊക്കെ വ്യത്യാസം വരും. ജോണിൻ്റെ പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം വ്യത്യാസമാണ് ക്യാപ്സൂളിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ വളരെ മടിയുള്ള കാര്യമാണ്. 5 മണിയൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു കുറെ വർഷങ്ങൾ, ഒരു 8 വർഷം 5-8 വർഷമായിട്ടുണ്ടോ, എന്തെങ്കിലും വളരെ അത്ര വേണ്ടപ്പെട്ട ആവശ്യങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എഴുന്നേറ്റ് ട്രാവൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അതിൽ ഒത്തിരി വ്യത്യാസം വന്നു. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6 മാസമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഒരു ദിവസം പോലും മാറ്റമില്ലാതെ കൃത്യമായിട്ട് 5 മണിക്ക് എഴുന്നേക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഫാമിലിയിലാണെങ്കിലും വളരെ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ സാറ് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാരന്റ്സിനെ ഒന്ന് ഹഗ് ചെയ്യണം എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അവർക്ക് വലുത് ശരിക്കും പറയാം, നമ്മൾ എത്ര വലുതായെങ്കിലും അവരുടെ മനസ്സിൽ നമ്മളിപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണ്. എന്റെ പാരന്റ്സും ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെയാണ്. പക്ഷെ അവരൊന്ന് ഹഗ് ചെയ്തിട്ട് പോരുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള സന്തോഷവും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കൂടുതൽ ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം സാർ പറഞ്ഞതുപോലെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പൊ അതൊക്കെ നമ്മുടെ മിസ്റ്റേക്കുകളാണ്. അത് നമ്മൾ ശരിക്കും പറയാൻ പാരന്റ്സിനെ ശ്രദ്ധിക്കണം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവർ ആഗ്രഹിക്കുന്നുള്ളൂ, കൂടുതലൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. സമയം വളരെ വലിയ കാര്യമാണ്. ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ ദിവസവും ഞാനിപ്പോ ഇവിടെയാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയങ്ങൾ, ഒരു 10-15 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് ഫാമിലി ആയിട്ട് ഒന്നെങ്കിലും വീഡിയോ, ഓൾമോസ്റ്റ് മിക്കവാറും വീഡിയോ കോളാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കോളിലാണെങ്കിലും പുറത്ത് എവിടെയെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോളിലാണെങ്കിലും കണക്റ്റഡ് ആണ്, ഫുൾ ടൈം കണക്റ്റഡ് ആണ്. ഡെയിലി ഒരു കുറച്ച് സമയം ഫാമിലി ആയിട്ട് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ബോണ്ടിങ് കുറച്ചും കൂടി ശരിക്കും പറഞ്ഞാൽ കൂടിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായിരുന്നു ഫാമിലി ഫോട്ടോയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. വളരെ സന്തോഷം. കാരണം നമ്മുടെ കാൽസ്യം കമ്മ്യൂണിറ്റിയുടെ ഒരു വാല്യൂ സിസ്റ്റം അത് തന്നെയാണ്. നമ്മുടെ ബിസിനസ്സിൽ ഒത്തിരി ഫണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ റൈസ് ചെയ്യുന്നുണ്ടാകും, പക്ഷെ നമ്മുടെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുക, ഫാമിലിക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മീറ്റിംഗിൽ, നമ്മുടെ വീക്ക്ലി മീറ്റിംഗിൽ ജോൺ പറഞ്ഞത് വളരെയധികം ടച്ചിങ് ആയിരുന്നു. ആ ഒരു മൊമെന്റ് പാരന്റ്സിനോട് സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വീട്ടില് ഫാദറിനോടും മദറിനോടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിൽ ഒരിക്കൽ ചെല്ലുന്നു, സംസാരിക്കുന്നു, പോരുന്നു എന്നല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇപ്പൊ കുറച്ച് നാളായിട്ട്, കഴിഞ്ഞ സാറൊരു ഫ്രീഡോ ചലഞ്ച് പറഞ്ഞതിന് ശേഷം പാരന്റ്സിനോട് ഹഗ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് ഞാനിപ്പോ വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പേനെയും മമ്മീനെയും കണ്ടപ്പോ ഒരാൾ നേരത്ത് ഹഗ് ചെയ്തിട്ടാണ് പോരുന്നത്. പക്ഷെ ഭയങ്കര കഴിഞ്ഞൊരു വർഷമായിട്ട് പപ്പേനെയും മമ്മീനോടും ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി, ഒത്തിരി മാറി. ഇപ്പൊ ഹഗ് ചെയ്തിട്ട് വരുമ്പോ ഒത്തിരി സന്തോഷം, എന്നെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ പഴയ ജോണിനെ തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക്സ്. ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഫാമിലിയുമായിട്ടൊക്കെ കുറച്ചുകൂടെ ഒന്ന് അടുക്കാനായിട്ട് കഴിയുമ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ പ്രോസ്പെക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്യുന്ന ലക്ഷങ്ങളോ കോടികളോ ആയിരിക്കില്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് ഒരല്പസമയം നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു ആക്ഷൻ എടുത്തതിൽ. അതോടൊപ്പം തന്നെ ജോൺ നമ്മുടെ പേഴ്സണൽ ലൈഫ് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ ജോണിൻ്റെ ബിസിനസ് ലൈഫ് എങ്ങനെയാണ്? നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സിലെ തിരക്ക് പിടിച്ചുള്ള കാര്യങ്ങളാണോ ഒരു ഫ്രീഡത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഉള്ള ബിസിനസ് ലൈഫ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈം മാനേജ് ചെയ്യാനായിട്ട് മാക്സിമം പറ്റുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ന ടൈമിനോട് ഇന്നത് ചെയ്ത് തീർക്കണം, ഇത് മതി. പിന്നെ കുറെ കാര്യങ്ങൾ നോ പറയാം. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ പറയാൻ പഠിക്കണം. ഒത്തിരി കാര്യങ്ങൾ നോ പറയാൻ പഠിച്ചു. കാരണം എനിക്ക് ബിസിനസ്സിൽ പറ്റിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പേയ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പേയ്മെന്റ് കടമായിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊക്കെ നോ പറഞ്ഞു. ചിലപ്പോൾ ബിസിനസ് പോവായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നോ പറഞ്ഞപ്പോൾ അത് ബെനിഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നോ പറയാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ടൈം മാനേജ് ചെയ്യാനായിട്ട് കഴിഞ്ഞു, നോ പറയാനായിട്ട് കഴിഞ്ഞു, അതോടൊപ്പം തന്നെ വീഡിയോസ് വഴി കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വീഡിയോ കണ്ട് ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് അവരെയൊക്കെ നമുക്ക് ഈ ജർമ്മനിയിൽ എത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിസ പ്രോസസ്സ് ചെയ്യാനായിട്ടോ അങ്ങനെ അവരെയൊക്കെ ഒരു പേയ്മെന്റിലോട്ട് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അവർക്കൊരു കോൺടാക്ട് ചെയ്ത ആളുകളെയൊക്കെ നമുക്ക് ശരിക്കും ഒരു 1-on-1 കൺസൾട്ടേഷൻ അവർ എടുക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേപ്പേഴ്സ് ഒക്കെ കുറച്ച് ഇപ്പം കണക്ട് ചെയ്തിരുന്ന ആൾക്കാർ അവരുടെ വൈഫൊക്കെ അവിടെ ആയിട്ടുള്ളൂ, അതിന്റെ പേപ്പേഴ്സ് കുറച്ച് ആവുന്നുണ്ട്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ സാറിന്റെ നമ്പർ സേവ് ചെയ്ത് വയ്ക്കാം, എന്താണെങ്കിലും ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യും, വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു അറിവ് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കാസൽ കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുന്നേ എന്റെ മനസ്സിലുള്ളവരെന്ന് വെച്ചാൽ എന്റെ അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഈ ഒരു അറിവുകളുമായിട്ട് അവർ വേറെ ബിസിനസ് ചെയ്യുമോ, അതുപോലെ തന്നെ എന്റെ അറിവ് കുറഞ്ഞു പോകും, അങ്ങനെയുള്ള ഒരു മൈൻഡൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു സെർവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വന്നത് കാസൽ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം. അതെ അതെ, വളരെ സന്തോഷം. കാരണം നമ്മൾ ഇപ്പം ആ മൈൻഡ് സെറ്റ് ചേഞ്ചാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ആ ഒരു ചേഞ്ച് ചെയ്ത് കഴിയുമ്പം എത്ര വർഷം കഴിഞ്ഞാലും നമ്മളൊരു വാല്യൂ ഒരാൾക്ക് കൊടുത്താൽ അവർ നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അതോടൊപ്പം വീഡിയോയിലൂടെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അതിന് സാധ്യത വളരെ കൂടുതലാണ്. സോ ജോണിന് ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. ഇപ്പോൾ വീഡിയോസ് ചെയ്തു, ഒത്തിരി മാറ്റങ്ങൾ ജോണിലേക്ക് വന്നിട്ടുണ്ട്. അത് ജോണിൻ്റെ ബിസിനസ്സിലും റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടലി അത്യാവശ്യം ഒരു നല്ല എമൗണ്ട്സ് കാൽസോൾ വന്നതിന് ശേഷം ഏൺ ചെയ്യാനും ജോണിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു തുടക്കമാണ്. നമ്മളൊരു ഫ്രീഡം ഫിനിഷ് ആവുന്നു, ഹോൾ ഓഫ് ഫെയിമിലേക്ക് വരുന്നു. പക്ഷേ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 1 CRലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഒരു 1 CRലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓട്ടോമേഷൻസ് ഉപയോഗിക്കണം, സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഫസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ഫാമിലിയിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു കറക്റ്റ് മൊമെൻ്റാണ്. ഇനി അടുത്ത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് വെബിനാർ കാര്യങ്ങളിലേക്ക് ചെയ്യുക. വെബിനാറിലൂടെ 1 to many ഇതിലേക്ക് പോവുക. ജോൺ ഓൾറെഡി വെബിനാറിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറയുമോ? ജോൺ വെബിനാറൊക്കെ ചെയ്ത് അതിലോട്ട് എത്തുന്ന വെബിനാർ ജസ്റ്റ് ഒരു ഫ്രീ വെബിനാർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരാണ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ വെബിനാറിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നോർമലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കുറച്ച് പേർക്കാണ് സംസാരിച്ചിട്ടുള്ളത്, ഒരുപാട് ആളുകളല്ല സംസാരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബിസിനസ് മീറ്റിംഗ്സ് ഒക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ വളരെ 3-4 ലിമിറ്റഡ് ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അറിയുന്ന ആളുകളാണ്, അപ്പൊ അവരോട് സംസാരിക്കുന്നതിന് അത്ര പ്രശ്നങ്ങളില്ല. പക്ഷെ ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ടാണ് സംസാരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ മറുപടി പറയാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. വെബിനാർസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അതെ, നമ്മൾ ഈ 10 days വീഡിയോ ചലഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കോൺഫറൻസ് മാത്രമല്ല നമുക്ക് കിട്ടുക, കൺസിസ്റ്റൻസി. ഏതൊരു കാര്യമാണെങ്കിലും ഒരു 100 പ്രാവശ്യം ചെയ്താൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ഒരു ലേണിംഗ് ആണ്. അപ്പോൾ വെബിനാറും അതുപോലെ തന്നെയാണ്. നമ്മൾ ഒരു 10-100 വെബിനാർ ചെയ്ത് കഴിയുമ്പം ഭയങ്കര ഈസി ആയിട്ട് വെബിനാർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോൾ ഓഫ് ഫെയിം ചേഞ്ച് ചലഞ്ചിലേക്ക് വന്നിരിക്കുന്ന കല്യാൺജി, അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഇവിടെ ഷെയർ ചെയ്യാൻ ഞാൻ കാണിക്കാവേ. ഇതെന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളി ഷെയർ ചെയ്തിരിക്കുന്ന ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് അതിനകത്തുള്ളത്. ഇപ്പോൾ എല്ലാവരും വെബിനാർ ചെയ്യുന്നുണ്ട്. വെബിനാർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പങ്കെടുക്കും, നല്ല കമൻറ്റ്സ് പറയും, എല്ലാം ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഒരു സെയിൽസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ വെബിനാറിനെ ക്രാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അതിനെ മോണിറ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇത് കല്യാൺജി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തൊരു വെബിനാറിൻ്റെ എക്സ്പീരിയൻസ്. ഇതിൽ അഡ്വർടൈസിങ്ങിന് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2920 രൂപ അഡ്വർടൈസിങ്ങിന് സ്പെൻഡ് ചെയ്തു. റീച്ച് എന്ന് പറയുന്നത് 35,000 ആൾക്കാരിൽ റീച്ച് ചെയ്തു. 2920 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ട ആൾക്കാരെന്ന് പറയുന്നത് 683 പേര് വീഡിയോ കണ്ടു. അതും 95% കണ്ടവർ. അതിലും കൂടുതൽ ഒത്തിരി പേര് കണ്ടു, പക്ഷേ ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടത് 683 പേരാണ്. അതിൽ വന്നിരിക്കുന്ന ലീഡ്സ് എന്ന് പറയുന്നത് 276 പേരാണ് അദ്ദേഹത്തിൻ്റെ വെബിനാറിലേക്ക് ലീഡ് വന്നത്. അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത് 10 രൂപ, ഏകദേശം 10 രൂപ മാത്രമാണ് ഒരു ലീഡിന് അദ്ദേഹത്തിന് വന്നത്. അതിൽ വെബിനാർ തുടങ്ങിയപ്പോൾ 42 പേരുണ്ടായിരുന്നു. വെബിനാറിൻ്റെ അവസാനം വരെയും 31 പേരുണ്ടായിരുന്നു. അതിൽ 5 പേര് അദ്ദേഹത്തിന് സെയിലായി. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് 4999 രൂപയാണ് ലൈഫ് ടൈം ആക്സസോടുകൂടി ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ 5 പേര് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് 24,995. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3000 രൂപ അടുപ്പിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ 25,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. അതൊരു 2 മണിക്കൂറിനകത്താണ് സംഭവിക്കുന്നത്. ഇനി ഇതിൽ വെബിനാർ സെല്ലിംഗ് ഫോർമുല ഉണ്ട് നമ്മുടെ കോഴ്സിൽ. ആ മെത്തേഡ് അനുസരിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്, ഞാനിവിടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ, 2920 ആഡ് സ്പെൻഡ് ചെയ്യുമ്പോൾ 24,000 രൂപ വന്നു. പക്ഷേ അതിൻ്റെ റിയൽ ഗെയിം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സെൻറ്റൻസ് ആണ്, 2 0 അതിനകത്ത് ഇടുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട മെസ്സേജ് തന്നെയാണ്. അതായത് ദ റിയൽ ഗെയിം വിൽ സ്റ്റാർട്ട് വെൻ യു പുട്ട് 00 ടു ദ ആഡ് സ്പെൻഡ് ആൻഡ് ദ സെയിൽസ്. എക്സാമ്പിൾ
ആഡ് സ്പെൻഡിൽ ഇപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന 2,900 സംതിങ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 പൂജ്യം കൂടി ഇടുകയാണെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപ ആഡിന് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നതെന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ ഒരു നെക്സ്റ്റ് ഗെയിം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ പോകാൻ പറ്റും. ഇപ്പോൾ കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ ഇന്റേണൽ ഓഫീസിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ പെർ മന്ത് ആഡ് സ്പെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ഏജൻസിയൊക്കെ ടൈം സേവ് ചെയ്യാനായിട്ട് അവരുടെ നമ്മുടെ കൂടെയുള്ള ടീം തന്നെയാണ് അവരെ കൊണ്ടിട്ട് ഒരു 5 lakhs ആഡ് ചെയ്യും. അപ്പോൾ 10 lakhs മിനിമം ഏറ്റവും കുറഞ്ഞ പെർ മന്ത് ആഡ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സിനിമ പോലെയാണ്. നമ്മൾ സിനിമ ഒരു തിയേറ്ററിലാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ആ തിയേറ്ററിലുള്ള കുറച്ച് പേരെ കാണുള്ളൂ. പക്ഷേ നമ്മൾ കുറേ തിയേറ്ററിൽ ഒരേ സമയം സിനിമ പബ്ലിഷ് ചെയ്താൽ അതിൻ്റെ റവന്യൂ അത്രയും വലുതായിരിക്കും അല്ലേ. അതുപോലെയാണ് വെബിനാർ. കാരണം നമ്മൾ എടുക്കുന്ന എഫോർട്ട് സെയിം ആണ്, പക്ഷെ അതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കൊരു വലിയ ഇതിലേക്ക് വരും. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ചെയ്യാം. ഇപ്പോൾ ഇനിയുള്ള ഫോക്കസ് എന്ന് പറയുന്നത് 100 വെബിനാർ കണ്ണുടച്ച് ചെയ്യുക. 10 days 100 വീഡിയോ ചെയ്ത പോലെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഗെയിമിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആവും. അതിനുശേഷം നമ്മൾ മാക്സിമം അതിനകത്ത് ഫണ്ട് ചെയ്യുമ്പോൾ ആദ്യം 1,000, 2,000, 3,000 അങ്ങനെ പെർ ഡേ വെച്ചിട്ട് ചെയ്യുക. അത് കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്രയാണോ ഫണ്ട് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് കഴിയും. മാത്രമല്ല നമ്മൾ ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇപ്പം ജോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ജോണിനെ പോലെയുള്ള ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നഷ്ടങ്ങളും പ്രയാസങ്ങളും വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി കുറേ ആൾക്കാർക്ക് ജർമ്മനിയിൽ പോകുമ്പോൾ കാശ് നഷ്ടമാകാതിരിക്കാനും അവരുടെ വിസ റിജക്റ്റ് ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ ദൗത്യമാണ് ജോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോൺ വീഡിയോസിലൂടെയും വെബിനാറിലൂടെയും ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ഒരിക്കലും ഒന്ന് പെട്ടുപോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങോട്ട് പിന്നെ നെക്സ്റ്റ് ലെവലില്ല. ലൈഫിൽ ഉള്ള മുഴുവൻ സമ്പാദ്യവും കൊടുത്തിട്ട് പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ആ ഒരു പ്രയാസത്തിൽ പോകാതെ സേവ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിലാണ് ജോൺ ആയിരിക്കുന്നത്. ഞാൻ ജോണിൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കാം. ആരെങ്കിലുമൊക്കെ ജർമ്മനിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ വിസ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോണിനെ കണക്ട് ചെയ്യാം. ജോൺ എന്താണ് നമ്മുടെ ഈ യൂട്യൂബിൽ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന മെമ്പേഴ്സിനോട് പറയാനുള്ളത്? ഒത്തിരി പേര് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റി ലൈഫ് ടൈം ആക്സസ് ഉള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. അവരോട് ജോണിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാരാണ് സത്യത്തിൽ ഒരു കണക്കിന്. കാരണം ലൈഫിന്റെ ഒരു മൊമെന്റിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാറിന് വെബിനാർ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാസീവ് ചേഞ്ച് ആണ്. എന്റെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത പഴയ ഒരു വ്യക്തിയല്ല ഇപ്പൊ ആയിരിക്കുന്നത്. ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഒരു പഴയ ഒരു വ്യക്തിയിൽ നിന്ന് പുതിയൊരു വ്യക്തിയായിട്ട് മാറിയേക്കുവാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും എന്നെ അറിയുന്നവരായിരിക്കും. ചിലപ്പോൾ അവർ കാണുമ്പോൾ പറയായിരിക്കും ഞാൻ ഇങ്ങനെ ഇപ്പൊ എന്നെ കാണുമ്പോൾ എന്റെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും പറയും നീ ഒരുപാട് മാറി. കഴിഞ്ഞ ദിവസം ആണെങ്കിൽ എന്റെ കൂടെ പഠിച്ച ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈടാ നീ ഒത്തിരി മാറിപ്പോ, നീ ഭയങ്കര തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വമല്ല, പക്ഷെ ശരിക്കും പറയാം നമ്മളൊരു മിഷനിലോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയായി പോകുന്നതാണ്. സാറ് പറഞ്ഞ പോലെ നമ്മള് ഒരു മിഷനിലാണ് ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മിഷനിലോട്ട് ആയി കഴിഞ്ഞ് വേറൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തുക. സാറ് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ ഒരു വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ആരുടെയെങ്കിലും ഒരാളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയാൽ അത് കൂടുതൽ വലിയ കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ റിസൾട്ട് എന്നുള്ളത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. സോ കമ്മ്യൂണിറ്റിയിൽ വന്ന് എനിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. ഓൾറെഡി കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ ലൈഫ് ടൈം ആക്സസ് കമ്മ്യൂണിറ്റിയിൽ ആയിരിക്കുന്ന മെമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം ജോൺ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 10 days വീഡിയോ ചലഞ്ച് ഉണ്ട്. അപ്പോൾ ഇതുവരെയും 10 days വീഡിയോ ചലഞ്ച് ചെയ്യാത്ത മെമ്പേഴ്സ് ഒത്തിരി പേരുണ്ട്. അവരോട് ജോണിന് എന്താ സംസാരിക്കാനുള്ളത്? ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്, ചിലപ്പോൾ 6 മാസം 1 വർഷം മുമ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തായിരിക്കും, പക്ഷേ ഇതുവരെ 10 days വീഡിയോ ചലഞ്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയില്ല. ചിലവർ 1-2 ദിവസം തുടങ്ങിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാത്ത അങ്ങനെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം. അവരോട് എന്താ ജോണിന് പറയാനുള്ളത്? 10 days വീഡിയോ ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വളരാനായിട്ട് പറ്റില്ല. അതാണ് മെയിൻ കാര്യം എന്നുള്ളത്. കാരണം നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ലീഡർഷിപ്പ് എടുക്കേണ്ടത്. ക്യാമറയുടെ മുന്നിൽ വന്ന് എല്ലാ ബിസിനസ് ഓണേഴ്സും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പുറകിൽ നിന്നിട്ട് പുഷ് ചെയ്യും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ തന്നെ എഫോർട്ട് എടുത്താൽ മാത്രമാണ്, നമുക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കസ്റ്റമേഴ്സ് കാണുന്ന എന്താണോ നമ്മളെന്താണോ അത് തന്നെ അവർ കാണുക. നമ്മളെ വീഡിയോസിലൂടെ കാണുമ്പോഴാണ് അവർക്ക് ട്രസ്റ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ അല്ല വേറെ ആളെ വെച്ചിട്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ട്രസ്റ്റ് വാല്യൂ കാര്യങ്ങൾ വരില്ല. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒരാളെ പറഞ്ഞു പഠിപ്പിച്ചാൽ അത് പറയാൻ നിർബന്ധമില്ല.
ഈ 10 days വീഡിയോ ചലഞ്ച് ചെയ്യാനുള്ളവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. 10 days വീഡിയോ ചലഞ്ച് ചെയ്യുക, ക്യാമറ മുന്നിലോട്ട് വരിക, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക, ലൈഫ് ചേഞ്ച് ചെയ്യുക, മിഷനായിട്ട് വർക്ക് ചെയ്യുക. യെസ്, വളരെ സന്തോഷം. ഒരു 2 കാര്യങ്ങൾ കൂടെ. ഒന്ന്, നമ്മുടെ ഫ്രീഡോ ചലഞ്ച്. ആ ഫ്രീഡോ ചലഞ്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഫ്രീഡോ ചലഞ്ചിൽ പങ്കെടുക്കാത്ത മെമ്പേഴ്സിനോട്, കാൽസുള്ള മെമ്പേഴ്സിനോട് ഇനി എന്താണ് ജോണിന് പറയാനുള്ളത്? ഫ്രീഡോ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാനിപ്പം 3ാമത്തെ ഫ്രീഡോ ചലഞ്ച് അറ്റൻഡ് ചെയ്യുന്നത്. 2ാമത്തെ ഫ്രീഡോ ചലഞ്ച് തൊട്ട് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഫ്രീഡോ ചലഞ്ച് അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്കാൻ പറ്റും, നമുക്ക് തരുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ കോഡക്സുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഫ്രീഡോ ചലഞ്ചിലൊന്നും കോഡക്സുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഫ്രീഡോ ചലഞ്ചിൽ കോഡക്സ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷത്തേക്കുള്ള കണ്ടന്റ് വരെ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങും പോകണ്ട, ആരെയും നമ്മൾ പ്രത്യേകിച്ച് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ കണ്ടന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെബിനാർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സാറ് സ്പൂൺ ഫീഡിങ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കാര്യങ്ങൾ തരുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരും. സെയിം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വളരും. പിന്നെ ഈ ഒരു ഫ്രീഡോ ചലഞ്ചിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുത്താലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മള് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ചെയ്തേക്കുക. ഇന്ന് തൊട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കൂല. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, വളരെ സന്തോഷം. ജോൺ ഏത് സമയത്താണ് ശരിക്കും ഡയമണ്ട്സിലോട്ടൊന്ന് ചേഞ്ച് ആയത്? അതിനുശേഷമുള്ള എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ശരിക്കും പറഞ്ഞാല് ഞാൻ ഇതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്നപ്പോഴാണ് ചേഞ്ച് ആവുന്നത്. അതുപോലെ തന്നെ G2 ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ചേഞ്ച് ആവുന്നത്. നമ്മുടെ ഗ്രൂപ്പുകൾ എല്ലാവരും ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആക്സസ് കിട്ടും. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി സാറുമായിട്ട് കുറച്ചും കൂടി ഒരു കണക്ഷൻ കിട്ടും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സാർ അവൈലബിൾ ആണ്. അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി മീറ്റിംഗിൽ വരെ കാത്തിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടി നമുക്ക് ആക്സസ് കിട്ടാനായിട്ടാണ് നമ്മളിലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. അതുപോലെ തന്നെ കൂടെ ഉള്ളവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പെട്ടെന്ന് സപ്പോർട്ടീവാണ്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 2-3 പേര് ഒരുമിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. അത് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഇപ്പം ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യും. അത് വലിയൊരു കാര്യമാണ്. ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ലൈഫ് ചേഞ്ച് ആവണം, സക്സസ് ആവണം ആഗ്രഹിക്കുന്നവർക്കാണ് ഏറ്റവും നല്ലത്. യെസ്, വളരെ സന്തോഷം. നമ്മൾ ആരുടെ കൂടെ കൂട്ടുകൂടുന്നു അതുപോലെ ആകുമെന്ന് പറയും. പ്രത്യേകിച്ച് നമ്മുടെ ഡയമണ്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ശരിക്കും പറഞ്ഞാൽ അവർ റിയൽ ഡയമണ്ട്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും ഒരേ നമ്മുടെ ലൈക്ക് മൈൻഡ് സെറ്റോട് കൂടിയുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ സക്സസ് ആയവരുടെ കൂടെ കൂടുമ്പോൾ നമ്മളും സക്സസ് ആകുമെന്ന് പറയുന്നത് പോലെ നമുക്ക് ആ ഒരു വാല്യൂ സിസ്റ്റത്തിൽ നിൽക്കാനായിട്ട് കഴിയുന്നതാണ്. സോ ജോൺ, നമുക്ക് ഇനിയും ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഹോളോ ഫ്രെയിംസ് ഇനിയും ചെയ്യണം. അടുത്ത പ്രാവശ്യം നമ്മൾ ഹോളോ ഫ്രെയിംസിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു നല്ല അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ചെയ്തു, പക്ഷേ ഇനി അടുത്ത് വരുന്ന സമയത്ത് ഇതിനേക്കാളും ലൈഫിൽ ഇതുവരെയും അച്ചീവ് ചെയ്യാത്തൊരു എമൗണ്ട് അച്ചീവ് ചെയ്യുക, ഓട്ടോമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, വെബിനാർ ചെയ്യുക. ഫൈനലി അടുത്ത 2025 നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട വർഷം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാം. ഒരു 1 CR അവാർഡ് ജോണിൻ്റെ കരങ്ങളിലേക്കും എത്തണം. അതിനു വേണ്ടിയിട്ട് ഫുള്ളി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം. സോ ജോണിന് മറ്റെന്തെങ്കിലും കൂടെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹോളോ ഫ്രെയിം വൈൻഡപ്പിലേക്ക് മൂവ് ചെയ്യാം. ഇല്ല, ഓക്കെ, വളരെ സന്തോഷം. ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇത്രയും ലൈഫ് ചേഞ്ച് ആക്കാനായിട്ട് ആസ് എ മെന്റർ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം. സാറിനോട് വളരെ നന്ദിയുണ്ട്. താങ്ക്സ് സാർ. താങ്ക് യു ജോൺ. താങ്ക് യു.